ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഉള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല നിറച്ച് പിമ്പിൾസ് ഉള്ളൊരു സ്കിന്നാണ്. അത് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് പിമ്പിൾസ് കൂടി പ്രശ്നമൊക്കെ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് പിമ്പിൾസ് കൂടിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഓയിൽമെൻറ്റ് ഞാൻ ഈ സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് ഇതുപോലെ പിമ്പിൾസൊക്കെ ഉള്ള ഒരു സ്കിന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണണം. എന്നിട്ട് അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന മരുന്നും നിങ്ങൾ യൂസ് ചെയ്യണം. നല്ലൊരു സ്കിൻ കെയർ റൂട്ടീനും ഫോളോ ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ ലിപ് സ്ക്രബാണ് ചെയ്യുന്നത്. ലിപ് സ്ക്രബ് ഞാൻ ഡെയിലി ചെയ്യാറില്ല. ഡെയിലി ചെയ്താലത് നമ്മുടെ ലിപ്പിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാനത് ഡെയിലി ചെയ്യാറില്ല. പിന്നെ ഞാനത് ഒക്കേഷണലി എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകാൻ നേരത്ത് ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ ലിപ് സ്ക്രബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലർ ലിപ് സ്ക്രബ് ചെയ്യുമ്പോൾ ചുണ്ട് പറഞ്ഞു പോകുന്ന പോലെയാണ് ലിപ് സ്ക്രബ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് നമ്മൾ ചെയ്യാവൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ലിപ് സ്ക്രബ് ചെയ്താൽ അപ്പം തന്നെ എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടാറുണ്ട്. ഇത് ഞാൻ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഒന്നും യൂസ് ചെയ്യാതെ ഈ ലിപ് സ്ക്രബിലൂടെ മാത്രം എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. സോ അതിനുശേഷം നമ്മൾ എല്ലാം വൈപ്പ് ചെയ്തൊന്ന് കളയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങോട്ട് മോയ്സ്ചറൈസറിൽ അങ്ങ് തുടങ്ങുവാണ്. അത് നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചറാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. സോ സ്കിൻ കെയറിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുതാത്ത ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. സോ അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നൊരു മെഡിക്കേഷൻ ഉണ്ട്, ഒരു ഓയിൽമെൻറ്റാണ്. അത് അപ്ലൈ ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എവിടേക്കാണോ പിമ്പിൾസ് അവിടെ മാത്രം അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷേ എൻ്റെ മുഖം നിറച്ച് പിമ്പിൾസാണ്. സോ ഞാനിത് ഇങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് മൊത്തത്തിൽ അങ്ങ് പുരട്ടുകയാണ് എപ്പോഴും ചെയ്യാറ്. സോ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാതെ ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇനി നമ്മളൊരു അണ്ടർ ഐ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി ഇത് നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചുമ്മാ എടുത്ത് അണ്ടർ ഐ ക്രീമൊക്കെ പുരട്ടാറുണ്ട്. അതിനുശേഷം നമ്മളൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും ഡോക്ടർ റെക്കമെൻഡ് ചെയ്തൊന്നുമല്ല, ഞാനല്ലാതെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഞാനൊരു ഐബ്രോ സിറം യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിട്ട് കൊടുത്തു. അതിന് ശേഷം ബാലൻസ് വന്നത് നമ്മൾ തൂത്ത് കുടഞ്ഞ് മുടിയിലൊക്കെ ഇട്ടു. എന്തായാലും വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ കളയണ്ടെന്ന് വെച്ചിട്ടാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ. എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് ഇത്. സോ ബൈ ഗൈസ്.